കാമുകി നിന്നെ ഇട്ടേച്ചു പോയ പോലെ തോന്നുന്നല്ലോ. അങ്ങനെ എന്റെ സോൾമേറ്റ് എന്നെ വിട്ട് എങ്ങോട്ടും പോകത്തില്ല. ഹേയ് കൂൾ കൂൾ, ഞാൻ ചുമ്മാ കളി പറഞ്ഞതല്ലേ. നീ വന്നേ, നമുക്കൊരു കോഫി കുടിക്കാം. അത് എന്റെ കപ്പാണ് സർ. മിഥുൻ, നിന്നെയാ വിളിച്ചേ. കം കോഫി കുടിക്കാം. എനിക്കിപ്പോ കോഫി വേണ്ട. എന്നാ പിന്നെ വല്ല സോഫ്റ്റ് ഡ്രിങ്ക്സും കുടിക്കാം, വാ. എനിക്കിപ്പോ ഒന്നും കുടിക്കണമെന്നില്ല. എന്താ മിഥുൻ, എന്റെ ഓഫീസിൽ വന്നിട്ട് എന്റെ ഈ ഓഫറെങ്കിലും നിനക്ക് സ്വീകരിച്ചുകൂടെ? പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാടാ. ഇപ്പൊ ഒരു മൂഡില്ല. ഞാൻ വേറൊരു ദിവസം വരാം. എന്നാ പിന്നെ അങ്ങനെ ആ ഡീലിനെ പറ്റി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വാ മേഘ്നെ, ഞാൻ ലൈബ്രറി കാണിച്ചു തരാം. ഓക്കെ സർ. മേഘ്നെ, ഇന്നു മുതൽ തന്റെ ജോലി ഇതിന്റെ അകത്താ. ഇവിടെ ഒരുപാട് ഫയൽസ് ഇരിപ്പുണ്ട്. എല്ലാം പൊടി തട്ടി ക്ലീൻ ആയിട്ട് അടുക്കി വെക്കണം. ഓക്കെ സർ. ഇന്ന് തന്നെ തുടങ്ങിക്കും. താൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ സർ. താൻ ചെന്നാ ഡോർ ക്ലോസ് ചെയ്തേ, അല്ലെങ്കിൽ പുറത്തെ ഡസ്റ്റ് മുഴുവൻ അകത്തേക്ക് വരും. ശരി സർ. മേഘ്നെ, മുകളിലിരിക്കുന്ന ഫയൽസ് ഒക്കെ ഇല്ലേ, അതാദ്യം താഴേക്ക് ഇറക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ശരി സർ. സോറി സർ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടെന്ന് എന്താ ഈ ലാഡറിന്റെ ബാലൻസ് തെറ്റിന്ന് എനിക്ക് അറിയില്ല. പേടിക്കാതിരിക്കും മേഘ്നെ, സാറിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? കയ്യിലോട്ടല്ലേ വീണേ, ചെറിയൊരു വേദന. അയ്യോ സർ, എവിടെയാ വേദന? സർ പറയൂ സർ, എവിടെയും മുറിഞ്ഞേ? മുറിഞ്ഞത് കയ്യിലല്ല മേഘ്നെ, ഹൃദയത്തില. എന്റെ ഹൃദയം കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തത്ര വെറും പൊട്ടിയൊന്നുമല്ല നീ. സർ കുറച്ച് മാറി നിന്ന് സംസാരിച്ചാ മതി. ആരെങ്കിലും ഓടി വരണേ. മര്യാദയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്ക്. മാറി നിന്ന് സംസാരിക്കാൻ നിന്നെ ഞാനിതിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നേ. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നീങ്ങും. സർ ഇനി ഒരടി മുന്നോട്ട് വെച്ചാ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. മര്യാദയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്ക്. എന്താ ബഹളം വെച്ച് പേടിപ്പിക്കുക? നിനക്ക് ഈ ജോലി വേണമെന്നില്ലേ? ഞാൻ ജോലി ചെയ്ത് കാശ് സമ്പാദിക്കാനാ വന്നത്. പക്ഷെ അതൊരിക്കലും ഇതുപോലത്തെ വൃത്തികെട്ടവന്മാരോടൊപ്പല്ല. വലിയ വാചക കസരത്താണല്ലോ. ഞാനിവിടെ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കില്ല. ഒന്ന് കോപ്പറേറ്റ് ചെയ്യ്. സമ്മതിക്കും മേഘ്നെ, നിനക്ക് ജോലി വേണ്ടേ? ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്ക് പ്രൊമോഷൻസും തരാം, ബോണസും കിട്ടും, നല്ലൊരു പോസ്റ്റ് ഇരിക്കുകയും ചെയ്യും. കയ്യിൽ നിന്ന് വിടുന്നതാ നല്ലത്.
മേഘനെ എന്താ എന്ത് പറ്റി? ആ വിശാൽ എന്നെ അയാള് ആ വിശാൽ കൃഷ്ണമൂർത്തി അയാൾ എന്താ ചെയ്തെന്നറിയോ? പറയൂ മേഘന കൃഷ്ണൻ, എന്തു പറ്റി? അത് ഞാൻ പറയാം. വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, എക്സ്പീരിയൻസ് ഒട്ടുമില്ല. ജോലി ഇല്ലെന്ന് പറഞ്ഞപ്പോ കൂടെ കിടക്കാൻ തയ്യാറാണെന്നാ പറഞ്ഞേ. എടാ, തോന്നിവാസം വിളിച്ചു പറഞ്ഞ് നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. ഒന്ന് പോടി. ഒരു ജോലിക്ക് വേണ്ടി എന്തിനും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക. പുറത്തുനിന്ന് ശബ്ദം കേട്ടപ്പോ ഇറങ്ങി ഓടി വന്ന് സീ മാറ്റുന്നു. ഇയാള് പറയുന്നത് പച്ച കള്ളാണ്. ലൈബ്രറി റൂമിലേക്ക് വിളിച്ചോണ്ട് പോയി ജോലി പഠിപ്പിക്കാന്നും പറഞ്ഞ് എന്നോട് മോശമായി പെരുമാറിയത് ഇയാളാ. എന്നിട്ടിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നപ്പോ ഒന്നും അറിയാത്ത പോലെ എന്നെ പഴിച്ചാരാൻ നോക്ക. ഗിരിജ, ആ പെണ്ണ് പറയുന്നൊന്നും വിശ്വസിക്കരുത്. അവളുടെ രൂപവും ഭാവം കണ്ടാ മനസ്സിലാവില്ല. ജോലിക്ക് വന്നേക്കുന്നു, സാരി ഉടുത്ത് പൊട്ടും കുത്തേയും. എടാ, ആരെ കുറിച്ചാ നീ അനാവശ്യം പറയുന്നേ? ജോലിക്കാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ആരുമില്ലാത്ത ആ ലൈബ്രറി റൂമിൽ കൊണ്ടുപോയി എന്നോട് മോശമായി പെരുമാറിയത് നീയല്ലേ? ഓ, നല്ലോണം പ്രിപ്പയർ ചെയ്താ വന്നേക്കുന്നതല്ലേ. മുടി അഴിച്ചിട്ട് കണ്ണീര് ഒലിപ്പിച്ച് 3-4 സിനിമ ഡയലോഗ്സ് പറഞ്ഞതും ബാക്കിയുള്ളവരെല്ലാം നിന്നെ വിശ്വസിക്കുമെന്ന് കരുതിയോ? നീ ഒരു മണ്ടിയ. ഇവിടെ CCTV ക്യാമറയുണ്ട്. നീ ചെയ്യുന്ന ഓരോ കാര്യവും അതിൽ റെക്കോർഡായിട്ടുണ്ടാവും. നിന്റെ സ്വഭാവം എന്താണെന്ന് ഇപ്പോ തന്നെ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഇപ്പോ തന്നെ ആ ഫൂട്ടേജ് എടുത്തോണ്ട് വന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കാം. ജാൻസി, സെക്യൂരിറ്റി ഗാർഡിന് ഫോൺ ചെയ്ത് സ്റ്റോർ റൂം ഫുട്ടേജ് എടുത്തോണ്ട് വരാൻ പറ. ഓക്കെ സർ. ഹലോ, എന്താ മിഥുൻ, നീ എന്താ ആകെ അപ്സെറ്റ് ആയിരുന്നേ? ഒന്നുമില്ല വിശാൽ. മിഥുൻ, നീ ലാപ്ടോപ്പ് ഓഫീസിൽ വെച്ചിട്ടാ പോയിരിക്കുന്നത്. ഓ, അത് ശരിയാണല്ലോ. ഓക്കെ, ഞാൻ ഡ്രൈവറെ അങ്ങോട്ട് അയക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ മിഥുൻ. ഓക്കെ, ബൈ. മേഘന എന്തിനുള്ള പുറപ്പാടായിരിക്കും? എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. അവൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണം. ഞാൻ പറയുന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ഇതോ സർ, എല്ലാവരും അറിയട്ടെ നിന്റെ പാതിവൃത്തി എത്രത്തോളം ഉണ്ടെന്ന്. ജാൻസി, പെൻഡ്രൈവ് കൊണ്ടുപോയി സിസ്റ്റത്തിൽ കണക്ട് ചെയ്യും. ഓക്കെ സർ. കണ്ടോ കണ്ടോ കണ്ടോ, എന്റെ പുറകെ അവള് കേറി വരികയായിരുന്നു. ഞാൻ പോലും അറിയാതെയാ അവള് മെയിൻ ഡോർ ക്ലോസ് ചെയ്തേ. നല്ല പ്രീ പ്ലാൻഡ് ആയിരുന്നു. കണ്ടല്ലോ അല്ലേ, മോളി കയറി ഫയൽ എടുക്കാനാണെന്ന് പറഞ്ഞ് മനഃപൂർവ്വം വീണതാ അത്. അത് കണ്ടോ, എന്നെ സോപ്പിടാനുള്ള പരിപാടിയാണ്. ഇതാണ് ശരിക്കുള്ള അവതാരം. ഗിരിജ മേഡം, അയാൾ പറയുന്നത് വിശ്വസിക്കരുത്. എല്ലാം അയാൾ നേരെ തിരിച്ചാ പറയുന്നത്. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പോരാഞ്ഞിട്ട് അയാളിപ്പോ ഞാൻ മോശമായ സ്ത്രീയാണെന്ന് നിരൂപിക്കാനും ശ്രമിച്ചോണ്ടിരിക്കുക. മിണ്ടരുത്. ഇനി നിന്റെ ഈ സിനിമ ഡയലോഗ്സും ഈ പൂങ്കണ്ണീരും ഒന്നും ഇവിടെയുള്ളവരാരും തന്നെ വിശ്വസിക്കില്ല. ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ചു വരുത്താം, അവര് തീരുമാനിക്കട്ടെ. ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തു കൂട്ടുന്ന അറിയാവുന്നോണ്ടാ ഈ വീട്ടിൽ കേറ്റാൻ പോലും ഞങ്ങൾ എല്ലാവരും മടിച്ചത്. അതെങ്ങനെയാ, മൈക്കാട് പണിക്ക് പോയിട്ടുള്ള ശീലമല്ലേ ഉള്ളൂ. ഇനി ഇത് നന്നാക്കണമെങ്കിൽ 1 ലക്ഷം എങ്കിലും ചെലവാകും.
ആര് കൊണ്ടുതരും? ഇവരുടെ അപ്പൂപ്പന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരുമോ? എന്ത് പണിയെടുത്തിട്ടാണെങ്കിലും ചെറിയമ്മയുടെ നെക്ലേസ് നന്നാക്കാനുള്ള കാശ് ഞാൻ തന്നെ കൊണ്ടുവന്ന് തരും. ചേച്ചി, എന്താ നിതിൻ? ഇന്നലെ നമ്മൾ മേഘന ചേച്ചിയുടെ വീട്ടിൽ പോവാൻ പാടില്ലായിരുന്നു അല്ലേ? അതെന്താ മോനെ? നമ്മൾ അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ ആ നെക്ലസ് ഒടിഞ്ഞു പോയേ. അതുകൊണ്ടല്ലേ ചേച്ചി അത്രേ വലിയ വഴക്കുണ്ടായത്. മോനെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുകയാണോ? മേഘന ചേച്ചിയെ കാണാൻ ഞാൻ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ചാരു ചേച്ചി എന്നെ കൊണ്ടുപോവില്ലായിരുന്നു. മേഘന ചേച്ചി ആരും വഴക്ക് പറയില്ലായിരുന്നു. എനിക്ക് സങ്കടം വരുന്നു. എന്റെ മോൻ അതിനെക്കുറിച്ച് വിട്ടുകളാം. അതെങ്ങനെ പറ്റും ചേച്ചി? ഇപ്പൊ നെക്ലസ് നന്നാക്കി എടുക്കാനുള്ള കാശുണ്ടാക്കാൻ ചേച്ചി എന്തുമാത്രം കഷ്ടപ്പെടണം. പാവം ചേച്ചിയുടെ കയ്യില് കാശൊന്നും ഉണ്ടാവില്ല. ചേച്ചി ഒറ്റയ്ക്കാവുമ്പോ അത് വലിയ പാടായിരിക്കും മോനെ. ഞാനും എന്തെങ്കിലും ഒരു ജോലിക്ക് പോണം. കിട്ടുന്ന കാശ് സ്വരൂപിച്ച് ഇക്കാര്യത്തിൽ ചേച്ചിയെ ഞാൻ സപ്പോർട്ട് ചെയ്യും. പാവം എന്റെ മേഘന ചേച്ചി, എന്തൊക്കെ കഷ്ടപ്പാടുകളാണല്ലേ. നിതിൻ, ഇതൊക്കെ മുതിർന്നവരുടെ കാര്യമല്ലേ? ഞങ്ങൾ അത് നോക്കിക്കോളാം. കൊച്ചുകുട്ടികൾ ഇത്തരം കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കാൻ പാടില്ല. ഓക്കെ, സ്കൂളിലേക്ക് പോവാൻ പാ. നടക്ക്. ആരാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചേ? ഞാനാണ് സാർ. എന്താടോ കാര്യം? ഞാൻ പറഞ്ഞത് ദേ ഈ പെണ്ണിന്റെ കാര്യമോ. ജോലി വേണമെന്ന് പറഞ്ഞു വന്നതാ. ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്നെ പറ്റി വേണ്ടാതീനം പറഞ്ഞു വരുത്തുക. ഓഫീസിലുള്ളവരോടെല്ലാം എന്നെ പറ്റി അനാവശ്യം പറയുന്നു. സാർ, ഇയാള് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ജോലി പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ലൈബ്രറി റൂമിലേക്ക് കൊണ്ടുപോയി എന്നോട് മോശമായി പെരുമാറിയത് ഇയാളാണ്. എന്നിട്ടിപ്പോ അത് നേരെ എന്റെ തലയിലേക്കിട്ട് തടി തപ്പാനുള്ള ശ്രമമാണ് സാർ. അല്ല സാർ, ഈ പെണ്ണ കള്ളം പറയുന്നേ. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വാ. സത്യം നമുക്ക് അവിടെ ചെന്ന് തെളിയിക്കാം. ജസ്റ്റ് മിനിറ്റ് സാർ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട് സാർ. ഈ ഫൂട്ടേജ് ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കും. കണ്ടല്ലോ സാറേ, ഇനിയെങ്കിലും സാർ എന്നെ വിശ്വസിക്കുവോ? ഇവള് ക്യാരക്ടർ ഇല്ലാത്ത പെണ്ണാണെന്ന് മനസ്സിലായോ? ഇങ്ങനെയുള്ള ഒരു കാരണമോ ഞങ്ങളെപ്പോലെ മാന്യമായി ജീവിക്കുന്നവരെല്ലാം വഴിയാധാരമായി പോകുന്നത്? പെണ്ണുങ്ങൾ ഇപ്പൊ ഇതൊരു ആയുധമായി എടുത്തിരിക്കുക. പുരുഷന്മാരെ കോർണർ ചെയ്യാൻ അവർക്ക് കിട്ടിയൊരു പ്രിവിലേജ്. ഇങ്ങനെയുള്ള ഫ്രോഡ്സിനെ വെറുതെ വിടാൻ പാടില്ല. സാർ, ഞാൻ പറയുന്നത് കേക്ക് സാർ. ഇയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ള. എന്റെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ ഇയാൾ ശ്രമിക്കുന്ന. അയാളുടെ തെറ്റ് മറയ്ക്കാൻ അയാൾക്ക് ഇതേ വഴിയുള്ളൂ. കേട്ടല്ലോ സാറേ, ഇത്രയും വലിയൊരു തെളിവ് കാണിച്ചിട്ടും സാറിനോട് പോലും അവള് കള്ളം പറയുന്നേ. ഇങ്ങനെ ഒരു ഫൂട്ടേജ് ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഇവിടുത്തെ ജോലി പോലും പോകില്ലായിരുന്നോ? പിന്നീട് ആരും എനിക്കൊട്ട് ജോലി തരികയില്ല. ഇനിയെങ്കിലും ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണം സാർ. കോൺസ്റ്റബിൾസ്, അറസ്റ്റ് ചെയ്യ്. സാർ, എനിക്കൊന്നും അറിയില്ല. അയാൾ കള്ളം പറയാ. ദയവ് ഇത് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. Excuse me. മേഘനെ, മിഥുനേട്ടാ, മിഥുനേട്ടാ. എന്ത് പറ്റി മേഘനെ? ഇവിടെ എന്താ നടന്നതെന്നറിയോ മിഥുനേട്ടാ? വേറെ ഒരു ചെറിയ ജോബ് വേക്കൻസിയും കൂടെ ഉണ്ട്. എന്ത് ജോബായാലും സാരമില്ല. ഞങ്ങളുടെ ലൈബ്രറിയിൽ കുറേയേറെ ഫയൽസ് ഉണ്ട്. അതൊക്കെ അവിടെ നിന്ന് പാഴാവാണ്ട് അപ്പൊ ക്ലീൻ ചെയ്ത് എടുത്തു വെക്കണം.
ഒന്ന് കോപ്പറേറ്റ് ചെയ്യ്. സമ്മതിക്കും മേഘനെ. നിനക്ക് ജോലി വേണ്ടേ? ഞാൻ പറയുന്ന അനുസരിച്ചാ നിനക്ക് പ്രൊമോഷൻസും തരും, എന്നെ വിട്. ബോണസും കിട്ടും, നല്ലൊരു പോസ്റ്റിൽ ഇരിക്കുകയും ചെയ്യാം. ഇതാ മിഥുനേട്ട എവിടെ നടന്നത്? എന്നിട്ടിപ്പോ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ഞാനാണ് മോശമായി പ്രവർത്തിച്ചതത്ര. ഇവിടെ ആരാ തെറ്റ് പ്രവർത്തിക്കുന്നതെന്നും ആ തെറ്റിനെ ശരിയാക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളാരാ ഇടയ്ക്ക് അവിടുന്ന് മാറി നിൽക്കാൻ? മാറി നിൽക്കേ, അവിടെ നിന്ന് സംസാരിച്ചാ മതി. ഒരു പെണ്ണെന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണടച്ചെങ്കിൽ വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കും. ഇവിടെ മേഘന പറയുന്നതാണ് സത്യം. അവളങ്ങനെ ഒരിക്കലും കള്ളം പറയുന്ന ആളുമല്ല. ഇതുപോലെ കൺകെട്ട് വിദ്യ കാണിച്ച് ആളുകളെ മയക്കെടുക്കാനും അവൾക്കറിയില്ല. മേഘന പറഞ്ഞത് എന്തോ അതാണ് സത്യം. നിങ്ങൾക്കറിയാഞ്ഞിട്ടാ ഇങ്ങനെയുള്ള പട്ടിക്കാട്ടുകാരികള് പട്ടണത്തിലേക്ക് വരുന്നത് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ചുളുവില് കാശുണ്ടാക്കാൻ വേണ്ടിയാ. ബംഗ്ലാവില് താമസിക്കാനും കാറിൽ കറങ്ങാനും ഇതിനേക്കാളും തരം താഴാനും തയ്യാറാകും. ഇതൊക്കെ ഇവിടെ സാധാരണ സാർ. ഇനി നിന്റെ ആ വായിന്നൊരു അക്ഷരം പുറത്തു വന്നാ ആ നാവ് ഞാൻ പിഴുതെടുക്കും. നിങ്ങൾ എന്തിനാ എന്നോട് ചാടുന്നേ? അതെ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഒന്ന് വന്ന CCTV ക്യാമറ ഫുട്ടേജ് ഒന്ന് കാണും, അപ്പൊ എന്നെ മനസ്സിലാവുകയും ചെയ്യും. അവൾക്കിട്ട് 4 എണ്ണം കൊടുക്കാനും തോന്നും. വന്നു നോക്ക്. മിഥുനേട്ട, അതിനുശേഷമുള്ളത് നോക്ക്. അവിടം തൊട്ട പ്രശ്നങ്ങൾ തുടങ്ങിയത് മിഥുനേട്ട. അയാള് എന്നെ എത്രമാത്രം ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് അതിനുശേഷമുള്ള ഫൂട്ടേജിലാ. മിഥുനേട്ട, അവിടം തൊട്ടുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാ ഇതിനു ശേഷം ഉള്ളതൊന്നും ഫൂട്ടേജിലില്ലാത്ത. കണ്ടതിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇനി നീ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. നിന്റെ ചായം വെളുത്തു. സാർ, ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ചെറ്റത്തരം കാണിക്കുകയും ചെയ്തിട്ട് പാവം പെൺകുട്ടികളെ പോലീസിൽ പിടിച്ചു കൊടുക്കാൻ നോക്കുന്നു. തോന്നിവാസം കാണിച്ചത് നീ, എന്നിട്ട് അത് എത്ര ഭംഗിയായിട്ടാ നീ അവതരിപ്പിച്ച് കാണിച്ചതും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എടാ, നീ എത്ര തരംതാണവനാണെന്ന് ആ ഫുട്ടേജിൽ തന്നെയുണ്ട്. മാഡം, അതൊന്ന് തുടക്കം തൊട്ട് പ്ലേ ചെയ്തേ. ബോസ്, കണ്ടോ സാറേ, അയാളുടെ കാലുകൊണ്ട് ആ ലാഡർ തട്ടിയിടുന്നത്. അത് മേഘന അയാളുടെ ദേഹത്തേക്ക് വിടാൻ അയാൾ മനഃപൂർവ്വം ചെയ്തതാ. മാഡം, ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്തേ. സാർ, അത് യാദൃശ്ചികമായി സംഭവിച്ചതാ. ഇയാള് എല്ലാം ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇവള് ചിലപ്പോ പട്ടിക്കാട്ടിന്ന് വന്നതായിരിക്കാം. പക്ഷെ കാറോ ബംഗ്ലാവോ ഒന്നും മോഹിച്ച് ഇത്തരം ചെറ്റത്തര ഇവിടെ ഒന്ന് കാണിക്കാൻ അവൾ ഒരിക്കലും തയ്യാറാവില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇവള് നന്ദൻ കുടുംബത്തിലെ മരുമകളാ.
അവളുടെ പേര് മേഘന മിഥുൻ നന്ദൻ. സാർ, ഇയാളെ അറസ്റ്റ് ചെയ്തോളൂ. നടക്കട ഇങ്ങോട്ട്. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ഈ പുറത്തെ ലോകം എങ്ങനെയാണെന്നും നമ്മുടെ ചുറ്റുമുള്ള സമൂഹം നമ്മളെ എങ്ങനെയൊക്കെ കാണുന്നതെന്നും. ഇങ്ങനെയൊക്കെ ഉണ്ടാവൂന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നോണ്ടാ നിന്നോട് ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞത്. പക്ഷെ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. പ്രശ്നങ്ങളില്ലാത്തത് എവിടെയും മിഥുനേട്ടാ. എന്നെ സംരക്ഷിക്കുന്ന ഞാൻ വിശ്വസിച്ചിരുന്നവര് തന്നെ എന്നെ പുറകിന്ന് കുത്തിയില്ലേ. ഞാൻ സ്വന്തമാണെന്ന് കരുതിയവര് തന്നെ എന്നെ പടുകുഴിയിൽ തള്ളിയിട്ടില്ലേ. വീണ്ടും നമ്മൾ തമ്മിൽ നടന്ന പ്രശ്നത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? പറയണം മിഥുനേട്ടാ. നമുക്കിടയിൽ നടന്നത് അടുത്ത ക്ഷണം മറന്നു പോവാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടന്ന പരിഭവമല്ല. ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്ത, ഹൃദയത്തെ കീറി മുറിക്കുന്ന അത്ര വേദനയുള്ള സംഭവമല്ലേ. എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്ന അപമാനങ്ങളോട് താരതമ്യം ചെയ്ത ഇന്ന് അനുഭവിച്ചതൊന്നും വേദനയല്ല മിഥുനേട്ടാ. എന്റെ കൂടെ നിൽക്കേണ്ടവർ എന്റെ ജീവിതം കൊളം തോണ്ടിയത് വെച്ച് നോക്കുമ്പോ ഇന്ന് ഞാൻ എതിരിട്ടത് വലിയ അപകടമൊന്നും അല്ല. ഒന്ന് നിർത്ത് മേഘനെ. നടന്ന സംഭവങ്ങൾക്കിടയിൽ ഒരു മതിൽക്കെട്ടും ഉണ്ടാക്കി ആ മതിലിനപ്പുറം നിന്നുകൊണ്ടാ നീ സംസാരിക്കുന്നേ. അതുകൊണ്ടാ ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തെറ്റുകാരായി നീ കണ്ടോണ്ടിരിക്കുന്നേ. ആ മതിൽ പൊളിച്ചിപ്പുറത്തേക്ക് വരാത്തോടത്തോളം കാലം ഞങ്ങൾ എപ്പോഴും നിനക്ക് തെറ്റുകാരായിരിക്കും. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ആ മതിൽ കടന്ന് നീ വരുമെന്ന് എനിക്കറിയാം. അന്നെങ്കിലും നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എത്രമാത്രം കരുതലുണ്ടായിരുന്നുവെന്നും നിന്റെ നന്മയ്ക്ക് വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചുവെന്നും നിനക്ക് മനസ്സിലാവും. അതെല്ലാം പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇപ്പോഴും ഒന്നും വൈകിട്ടൊന്നുമില്ല. ചെറിയമ്മയ്ക്ക് നീ കൊടുക്കാന്ന് പറഞ്ഞ പണം ഞാൻ നിനക്ക് തന്നോളാം. ജോലിക്ക് പോണോന്നുള്ള ഈ വാശി മാറ്റി ആ കാശ് കൊണ്ട് ചെറിയമ്മയ്ക്ക് കൊടുക്ക്. കാശ് തരാന്ന് പറയുന്നുണ്ടല്ലോ സാറ്. എന്നാ പിന്നെ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാ. പക്ഷെ അത് ഏട്ടന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് എനിക്ക് തരണം. അമ്മേ, ഇത് ഞാൻ മേഘനയ്ക്ക് കൊടുക്കാണെന്ന് അമ്മയോട് കൂടി പറയണം. എന്തേ നാവിറങ്ങിപ്പോയോ? ഉത്തരം മുട്ടി നിൽക്കുന്നത് എന്താ? മിഥുനേട്ടൻ എനിക്കിതിന് ഉത്തരം തരണമെന്നില്ല. അമ്മ അറിഞ്ഞുകൊണ്ട് ഏട്ടന് ഈ പണം എനിക്ക് തരാനാവില്ല. പറഞ്ഞാൽ അമ്മ തന്നെ ഏട്ടനെ വിലക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്റെ ഭാര്യയ്ക്ക് ഞാൻ പണം കൊടുക്കൂ എന്ന് പറയാനുള്ള ധൈര്യം മിഥുനേട്ടനില്ല. അതുപോലെ എന്റെ ഭാര്യയാണെന്ന് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ഏട്ടനില്ല. ഇങ്ങനൊരവസ്ഥയിൽ ഏട്ടൻ തരുന്ന കാശ് എനിക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? ഇത് ശരിയല്ല മേഘനെ. നീ എന്നെ അകറ്റി നിർത്താനുള്ള വഴികളാ തേടുന്നത്. പക്ഷേ ഒന്നിച്ച് പോകാനുള്ള വഴികളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. നിന്റെ ഈ സ്വഭാവം മാറാത്തിടത്തോളം ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവില്ല. അകറ്റി നിർത്താനുള്ള വഴി ഒരുക്കിയത് മിഥുനേട്ടനാ. ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്തതുപോലെ നമുക്കിടയിൽ ഒരു കൂറ്റൻ മതിൽക്കെട്ട് ഉണ്ടാക്കിയതും ഏട്ടനാ. എല്ലാം ഏട്ടൻ ചെയ്തിട്ടും അതെല്ലാം നേരെ എന്റെ തലയിലിട്ട് തരാൻ ഏട്ടൻ എങ്ങനെ തോന്നുന്നു? അതല്ല മേഘനെ ഞാൻ പറയുന്നൊന്നും. വേണ്ട മിഥുനേട്ടാ, സാറിനെ സഹായിക്കാന്ന് പറഞ്ഞ ഉടനെ അത് സ്വീകരിക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഞാൻ തന്നെ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിച്ചോളാം. അങ്ങനെ ഒരു മാർഗം തെളിഞ്ഞു വരണമെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും ഒരു ജോലിക്ക് കയറിയേ മതിയാവൂ.